ഈ വിശ്വാസവും അന്ധവിശ്വാസവും അത് നമുക്കിടയിൽ തന്നെ ഉണ്ട്. ഇപ്പോ ആകാശത്ത് രക്തചന്ദ്രൻ വരുന്നു എന്നൊക്കെ പറയാം, ബ്ലഡ് മൂൺ. എന്താണിത് ബ്ലഡ് മൂൺ എന്ന്? ഇത് ഒറിജിനൽ ആണോ അതോ എന്തെങ്കിലും ഈ തമാശയ്ക്ക് അല്ലെങ്കിൽ ട്രോളിനോ വല്ല ഇറക്കി വിടുന്ന സംഭവങ്ങളാണോ? ഈ ബ്ലഡിന്റെ നിറം എന്താ? ചുമപ്പ്. ചുവപ്പ് കളറിൽ ചന്ദ്രൻ കാണുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന്റെ പിന്നിൽ വേറെ ഗൂഢാലോചന സിദ്ധാന്തം ഒന്നുമില്ല. അപ്പോൾ ചന്ദ്രൻ കമ്മ്യൂണിസ്റ്റായി അങ്ങനെയും പറയാം. ശരി. അപ്പോൾ അവിടെ ഈ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് ചുവന്ന നിറത്തിൽ ചന്ദ്രൻ കാണുന്ന ആകാശ വിസ്മയം, അത് ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അത് ഈ വർഷം 2018 ഇതേപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോൾ 2025 ഇന്ന് 7-ാം തീയതി രാത്രി ഏകദേശം ഒരു 8:58 തുടങ്ങും. ഒരു 3 മണിക്കൂർ 29 മിനിറ്റ് 24 സെക്കൻഡ് നേരത്തേക്ക് ഈ ബ്ലഡ് മൂൺ നമുക്ക് ആകാശത്ത് കാണാം. ഇത്രേ ഉള്ളു സംഗതി. നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രന് നമുക്കൊരു രൂപമുണ്ടല്ലോ, നല്ല വെട്ടിത്തിളങ്ങുന്ന, നല്ല എന്താ പറയുക, വെള്ള നിറത്തിലുള്ള പ്രകാശം ചൊരിയുന്ന ചന്ദ്രന് പകരം ഇന്ന് ആകാശത്ത് ഒരു 8:58 ഒരു 9 മണിയോടുകൂടി കാണുക ചുവന്ന നിറത്തിലുള്ള ഒരു വസ്തുവായിട്ടായിരിക്കും നമ്മൾ കാണുക. പക്ഷേ ഈ 8:58 മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ചന്ദ്രനെ ആകാശത്ത് കാണാൻ പറ്റിയെന്നും വരില്ല. കാരണം ഈ പറയുന്ന ബ്ലഡ് മൂൺ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ചന്ദ്രഗ്രഹണത്തിന് ശേഷമാണ്. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാമല്ലോ, ഈ സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ല അല്ലേ? അപ്പോൾ സൂര്യനിൽ ഈ പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നേർരേഖയിലേ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വഴിയിൽ എന്തെങ്കിലും വന്നാൽ എന്തു പറ്റും? അതിൻ്റെ പുറകിലുള്ളത് ഇരുട്ടത്താവും അല്ലേ? ഇപ്പോൾ ഈ വരുന്ന പ്രകാശത്തിന് നേരെ എൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈയുടെ പുറകിലുള്ള ഭാഗം ഇരുട്ടാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ആദ്യം വരുന്നു. ചന്ദ്രൻ നിർഭാഗ്യവശാൽ ഭൂമിയുടെ പുറകിലായി പോകുന്നു. അപ്പോൾ എന്തു പറ്റും? ഇരുട്ടാവും. ചന്ദ്രൻ ഇരുട്ടത്തായിരിക്കും. അപ്പം നമ്മുടെ ഭൂമിയുടെ ഈ ഭാഗത്ത് നിന്ന് നോക്കുന്നവർക്ക് ചന്ദ്രനെ കാണാൻ പറ്റുമോ? ഇല്ല, ഇരുട്ടുകൊണ്ട് മറഞ്ഞിരിക്കും. പക്ഷേ ഈ ചന്ദ്രനും നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പതുക്കെ പുറകോട്ട് വരുമ്പോൾ പതുക്കെ നമുക്ക് ദൃശ്യമായി തുടങ്ങും. നമ്മൾ ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരത്തെക്കുറിച്ച് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? എന്താണത്, ഓർമ്മയുണ്ടോ? ഇല്ല. അതായത് ഈ പ്രകാശം നമ്മൾ കാണുന്ന സൂര്യപ്രകാശം എന്ന് പറയും, അല്ല പോട്ടെ, മഴവില്ലിന് എത്ര നിറങ്ങൾ അല്ലേ? നമ്മൾ വിബ്ജിയോർ എന്നാണ് വിളിക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ ഇത്രയും വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് വെള്ള നിറത്തിലുള്ള വെളിച്ചം നമ്മൾ കാണുന്നത്, ആണല്ലോ? അപ്പോൾ ഈ ഓരോ നിറത്തിനും ഓരോ തരംഗദൈർഘ്യമുണ്ട്. ചെറിയ തരംഗദൈർഘ്യമുള്ളതുണ്ട്, വലിയ തരംഗദൈർഘ്യമുള്ളതുണ്ട്. ഈ വയലറ്റ്, ഇൻഡിഗോ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ഈ വിബ്ജിയോർ എഴുതിയേക്കുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിൽ ഈ യെല്ലോയും ഓറഞ്ചും റെഡും ഒക്കെ താരതമ്യേന തരംഗദൈർഘ്യം കൂടുതലുള്ള നിറങ്ങളാണ്. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ചെറിയ തരംഗദൈർഘ്യമുള്ള നിറങ്ങളൊക്കെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിലെ തട്ടിയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഒക്കെ തട്ടിത്തെറിച്ച് ദൂരെ പോകും. അപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനിൽ നിന്ന് കാണുന്ന 3 വെളിച്ചമേ ഉള്ളൂ. ഒന്നെങ്കിൽ അത് മഞ്ഞയായിരിക്കും, ഓറഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ചുവപ്പായിരിക്കും. ഈ നിറമാണ് നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ നേരം വെളുക്കുന്ന സമയത്ത് കാണുന്ന നിറമൊക്കെ ഈ രീതിയിലാണ്, ആണല്ലോ? അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ഈ ചന്ദ്രഗ്രഹണം ഉണ്ടായി നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന സമയത്ത് മറ്റ് തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങളെല്ലാം അപ്രത്യക്ഷമായി പോകും. ഈ തരംഗദൈർഘ്യം കൂടുതലുള്ള ഓറഞ്ചും റെഡും മാത്രം ഇത്തിരി വളഞ്ഞു പൊളഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നമ്മുടെ ചന്ദ്രനിൽ ചെന്ന് വീഴും. അപ്പോൾ ചന്ദ്രനിൽ കാണുന്ന വെളിച്ചം വെള്ള വെളിച്ചത്തിന് പകരം കാണുന്നത് ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ മാത്രമായിരിക്കും. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ദാണ്ടടാ ചുവന്ന കളറിൽ ചന്ദ്രൻ. ഇപ്പം നമ്മൾ ശാസ്ത്രം ഇത്ര വളർന്നത് കൊണ്ടും നമ്മുടെ ഈ വാന നിരീക്ഷണ ശാസ്ത്രജ്ഞർ രാപകലില്ലാതെ പണിയെടുത്തത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ പണ്ട് കാലത്ത് ഇതൊന്നും ആയിരുന്നില്ല. അതായത് പ്രാചീന മനുഷ്യർ ഇതിനെ കരുതിയിരുന്നത് ദൈവകോപം എന്നൊക്കെ രീതിയിലാണ്. അവർ ഈ നമ്മുടെ ആകാശഗോളങ്ങളെയൊക്കെ ദൈവങ്ങളായിട്ടാണ് അവർ കണ്ടിരുന്നത്. കാരണം സ്വാഭാവികമാണ്, അന്ന് നമ്മൾ ഇന്ന് വെച്ച് ആരാധിക്കുന്ന പല ദൈവങ്ങളെയും പിന്നീട് വന്ന മനുഷ്യരാണ് അത്ര, അവരുടെ ഭാവനയിലാണ് ദൈവങ്ങൾക്ക് ഓരോ രൂപവും ഭാവവും ഓരോ മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്. അതിന് മുമ്പുള്ള മനുഷ്യർ കണ്ടിരുന്നതെല്ലാം നമ്മുടെ ആകാശഗോളങ്ങൾ, ചന്ദ്രൻ, വെളിച്ചം തരുന്ന ചന്ദ്രനോട് നമുക്ക് ഭയഭക്തി ബഹുമാനമുണ്ട്.
രാത്രിയിൽ വെളിച്ചം തരുന്ന പകൽ വെളിച്ചം തരുന്ന സൂര്യനോട് നമുക്ക് ഭയഭക്തി ബഹുമാനം, രാത്രിയിൽ വെളിച്ചം തരുന്ന ചന്ദ്രനോട് നമുക്ക് ബഹുമാനം എല്ലാം ഉണ്ട്. മഴ, വെയിൽ എല്ലാത്തിനോടും അതിനെയൊക്കെ ഭയപ്പെട്ടും അതിന് കീഴ്പ്പെട്ടും ഒക്കെയാണ് അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ രാത്രിയിൽ വെളിച്ചം തന്നിട്ടിരുന്ന ചന്ദ്രൻ ചുവന്നിരിക്കുന്നു. അപ്പോൾ അവർ കരുതി എന്താണെന്നറിയാവോ, ഈ ചന്ദ്രനെ ഏതോ ഭീകരജീവി ആക്രമിച്ചു. അപ്പോൾ അത് രക്തമുണ്ടായി, അങ്ങനെ രക്തം വന്നു. അപ്പോൾ ആ ഭീകരജീവിയെ ഓടിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഇവർ മനുഷ്യർ കൊട്ടും പാട്ടും ബഹളവും ഉച്ചത്തിൽ മുറവിളി കൂട്ടുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും ചന്ദ്രൻ ഈ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ മുക്തമായി വരുമല്ലോ. അത് പഴയ നിലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു. ഇങ്ങനെ നിസ്സാരമായി വളരെ നിർദോഷമായി ചിന്തിച്ച് വിശ്വസിച്ച് പോന്നിരുന്ന ഒരു കൂട്ടരുണ്ട് നാട്ടിൽ. അപ്പോൾ ആ ഒരു കാലത്തു നിന്ന് മാറി ഇപ്പോൾ ഇത് നമ്മളൊരു ആകാശ വിസ്മയം എന്ന രീതിയിലാണ് ഇതിനെ പരിഗണിക്കുന്നത്. പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട്. ഈ പറയുന്ന ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ബ്ലഡ് മൂൺ വളരെ പ്രസക്തമാണ്. കാര്യം ഒരു സൂപ്പർ മൂൺ ആണ്. സൂപ്പർ മൂൺ എന്താണെന്നറിയാമോ? സൂപ്പർ മൂൺ അതായത് ചന്ദ്രനെ ഏറ്റവും വലിപ്പത്തിൽ കാണുന്ന അവസ്ഥയാണ്. അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും വലിപ്പത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആകാശ നിരീക്ഷണം നടത്താൻ ഇത്തിരി സമയം മെനക്കെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത പല കാഴ്ചകളും അവിടെ കാണാൻ പറ്റും. ഈ ചന്ദ്രനിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഉൽക്കകൾ വീഴുന്നുണ്ട്. അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. നമ്മളത് കാണുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഒരു സൂപ്പർ മൂൺ സമയത്ത് നമ്മൾ ഇതേപോലെ അത് കാഴ്ച അനുഭവമാണല്ലോ. നമ്മൾ എന്തെങ്കിലും ടെലസ്കോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം ചില കാഴ്ചകൾ, അപൂർവ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ വാന നിരീക്ഷകരൊക്കെ പറയുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ല നിലവാരമുള്ള ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫോട്ടോകൾ എടുത്തോളൂ. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളും അനുഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിലുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ വരുന്ന സൂപ്പർ മൂൺ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ ദൃശ്യമായെന്ന് വരില്ല. പക്ഷേ ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, കിഴക്കൻ യൂറോപ്പ് തുടങ്ങിയ മേഖലകളിൽ ഏതാണ്ട് 700 കോടിയോളം വരുന്ന ആൾക്കാർക്ക് ഈ സൂപ്പർ മൂൺ വിത്ത് ബ്ലഡ് മൂൺ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഒരു ദൈവകോപത്തിൻ്റെ അവസ്ഥയായിട്ട് കാണേണ്ടതില്ല. ഇതൊരു ആകാശ പ്രതിഭാസമാണ്. നമുക്കിവിടെ കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ റെഡ് മൂൺ എന്ന് പറയുന്ന മൊത്തത്തിൽ ചുവന്ന ഒരവസ്ഥയിൽ, തുടുത്ത പഴം പോലെ നിൽക്കുന്ന അവസ്ഥയിൽ കേരളത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റി എന്ന് വരില്ല. കാരണം നമ്മൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഏതോ അതിന് കാണാൻ പറ്റാത്തൊരു സൈഡിലാണെന്ന് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഇതേപോലെ ആകാശ വിസ്മയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മിക്കവാറും കേരളത്തിൽ നിന്ന് ദൃശ്യമാകൽ ഏറെക്കുറെ ഇമ്പോസിബിളാണ്. കാരണം മിക്കവാറും കാർമേഘം വന്ന് അലമ്പാക്കലാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഏതായാലും കണ്ടു നോക്കുക, ഒരു ആകാശ വിസ്മയമാണ്. പിന്നെ ഒന്നുകൂടിയുണ്ട്, നമ്മൾ ഈ ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഈ സൂര്യഗ്രഹണം നമ്മൾ ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കാൻ പാടില്ല. നോക്കിയാൽ പണി കിട്ടും. കാര്യം അതീവ തീവ്ര സ്വഭാവമുള്ള സൂര്യരശ്മികളാണ് വരുന്നത്, നമ്മുടെ കണ്ണിനെ ബാധിക്കും. പക്ഷേ ചന്ദ്രഗ്രഹണം നമുക്ക് ധൈര്യമായി മേലോട്ട് നോക്കിയിരുന്ന് കാണാം. അതുമായി അനുഭവങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ആകാശവിസ്മയം ഇന്ന് രാത്രി 8:58 തുടങ്ങും. ഇന്ന് മെനക്കെട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് 3 മണിക്കൂർ 29 മിനിറ്റ് നീളുന്ന ഷോയാണ് കണ്ടു തീർക്കുക.